അവിയലമ്മ ചൂടാക്കിക്കൊണ്ട് വന്നല്ലേ അമ്മ? ഫ്രിഡ്ജിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അയ്യോ വളക്കുറവുണ്ടോ? വളമില്ലാത്തോണ്ടായി കണ്ണി പൊട്ടാത്ത. വളം വിട്ട് കൊടുക്കണ്ടേ? അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നലെ വൈകിട്ടൊരു അടിപൊളി മഴയൊക്കെ പെയ്തു. കോലിഞ്ചി നമ്മൾ മൂടിയിട്ടേക്കുമായിരുന്നു. അപ്പം ഇന്നലെ രാത്രി തന്നെ നക്ഷത്രമൊക്കെ ആയി വന്നപ്പം അപ്പോഴാണേൽ പോയി അത് തുറന്നു വെച്ചു. നിരത്തിയില്ല, നമ്മൾ മൂടിയിട്ടതെല്ലാം തുറന്നു വെച്ചു. അപ്പോൾ ഇപ്പോൾ രാവിലെ അപ്പം കയറിയിട്ടുണ്ട്. ചെറിയ വെയിലൊക്കെ വന്നു തുടങ്ങിയപ്പം നിരത്താൻ വേണ്ടി നമ്മൾ കോലിഞ്ചി നന്നായിട്ട് മൂടിയിട്ടത് കൊണ്ട് കോലിഞ്ചിക്കകത്ത് വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ലെന്നാണ് അപ്പ പറഞ്ഞത്. ഇന്ന് നമ്മൾ താമസിച്ചു പോയി നിരത്താൻ. കുറച്ച് വെയിലാകട്ടെ എന്നോർത്തല്ലേ അപ്പാ? ഇങ്ങനെ നമ്മൾ ഒരു സൈഡിലോട്ടായിരുന്നു എല്ലാം കൂട്ടിയിട്ടെ. ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പറക്കിയിടുന്നു. ഇപ്പം മേളിൽ കിടക്കുന്ന മാത്രം മതി. ഇല്ല, മഴ പെയ്തപ്പോ മൂടി പിന്നെ മാറ്റി. മഴ പെയ്തില്ല, ചാറിയതേ ഉള്ളൂ. നല്ല മഴയായിരുന്നു. അപ്പം ഈ ചാറിയ പോലെ തോന്നി എന്താണെന്നറിയോ? മഴ ചാറിയപ്പോഴേ അപ്പം പിങ്കീടെ അടുത്ത് പോയി. ഞാനും അമ്മ ഇവിടെ ഇരിക്കുമല്ലായിരുന്നോ? ഇന്നും നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം അപ്പാ. ഇന്ന് പെയ്യത്തില്ല. ഇന്നലെ പെയ്യുന്നു പിന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. ശിവരാത്രി ആയതുകൊണ്ട് ഇന്ന് പെയ്യത്തില്ല. ഇന്ന് പെയ്യുന്നെന്ന് ആരും പറഞ്ഞില്ലേ. റോസാപ്പൂ നാടൻ റോസയാ, നല്ല മണമാണ് ഇതിന്. നല്ല രസമുണ്ട് ഈ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കാൻ. ഇപ്പോഴാണ് ചെറിയൊരു കാറ്റും ഒക്കെയുണ്ട്. ഒരു സൗണ്ടുകളും ഇല്ല, ഒന്നുമില്ല. കിളികളുടെ ഒച്ച മാത്രം. അടിപൊളി. എത്ര മണിയായി? 10 മണി കഴിഞ്ഞോ? 10:30 ആയോ? 10 മണി കഴിഞ്ഞു ഗൈസ്. നമ്മൾ 8 മണിക്കെങ്ങാണ്ട് കയറിയതാ. ഇനി വീട്ടിൽ പോയി നമുക്ക് കഴിക്കാം. എന്തിയപ്പാ? ആഹാ, ഇവിടെ കിടപ്പുണ്ടായിരുന്നോ? വെയിലത്ത് കിടക്കുമായിരുന്നോ മോന്? അമ്മ വഴക്ക് പറഞ്ഞിട്ടാണോ മോനെ? മോനിൻ്റെ വെയിലത്ത് കിടക്കുന്നേ? ഓ, എനിക്ക് വയ്യ. ഷൺബാത്താ അല്ലേ? ബാ, നമുക്ക് ചപ്പാത്തി കഴിക്കാം. ബാ, വായോ, വാ വാ മോനെ, പൊന്നെ വാ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനെടുത്തു. ചപ്പാത്തി മുട്ടത്തോരനും. ചപ്പാത്തി മുട്ടത്തോരനും നല്ലതാണ്. അതിൻ്റെ കൂടെ അവിയലുമുണ്ട്. അവിയലമ്മ ചൂടാക്കിക്കൊണ്ട് വന്നല്ലേ അമ്മ? ഫ്രിഡ്ജിൽ അടിപൊളിയാ. ഇങ്ങനെ കഴിച്ചിട്ടില്ലേ? കഴിച്ചു നോക്കണം, നല്ല ടേസ്റ്റാണ്. ഇന്ന് 8:45 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇന്ന് 10:15. ഒത്തിരി താമസിച്ചു പോയി. അപ്പം ഞങ്ങളിത് കഴിക്കട്ടെ. അമ്മയുണ്ട് ഇവിടെ. മുട്ട ഉണ്ടാക്കിയ പാത്രത്തിലല്ലേ? എല്ലാ പാത്രവും എടുത്ത് വെച്ചാൽ കഴുകാൻ വെള്ളം വേണ്ടേ അമ്മേ? അപ്പം അതിനെക്കാട്ടി നല്ല ഇങ്ങനല്ലേ?
അല്ലേ? ശരിയല്ലേ? പിങ്കി കുഞ്ഞ് വെളിയിൽ തന്നെ ഇരിപ്പ, കലിപ്പില്ല അല്ലേ? അകത്ത് കയറ്റി ഇരുത്തിയതിനും മേളിൽ കൊണ്ടുപോകാത്തതിൻ്റെ ഒക്കെ നല്ല ദേഷ്യമുണ്ട് ആ മുഖത്ത്. മൈൻഡ് പോലും ചെയ്യുന്നില്ല. അയ്യോ അതോ ദേഷ്യമുണ്ടെന്ന് പറഞ്ഞപ്പോളേ മൊത്തത്തേക്ക് പൊക്കിയവള്. അയ്യോ എനിക്ക് വയ്യ. മോനെ വാ, പൊന്നു വായോ. നമ്മളങ്ങനെ നമ്മുടെ ഓമയിൽ നിന്ന് ഓമയ്ക്ക പഴുത്തപ്പം പറിച്ചു വെച്ച പഴുത്തു പോയി, കുറച്ച് അഴുക്കുവാകട്ടെ മൊത്തം കണ്ടിച്ചിട്ട് അങ്ങ് തിന്നും. ചൂടൊന്നും നല്ല മധുരമുണ്ട്. ഒരെണ്ണോട് പഴുത്ത് നിൽപ്പില്ലായിരുന്നോ? അന്ന് അപ്പാടെ കൈ മുറിഞ്ഞോണ്ടാ പിന്നെ വേണ്ടാന്ന് വെച്ച്. ഉണ്ടെന്ന് തോന്നിനി. ഒന്നും ഇപ്പൊ ഒന്ന് പഴുത്ത് പോയി. പോയി. ഒന്ന് പഴുത്ത് നിൽപ്പുണ്ട്. അങ്ങനെ ഓമയിലുണ്ട്, പക്ഷെ അത് അത്ര ടേസ്റ്റ് ഇത്ര രുചി വരത്തില്ല. എന്താണെന്നറിയാവോ? ഇതിന്റെ തണ്ട് നീലത്തണ്ട. നീലത്തണ്ടിന്റെ ഓമയ്ക്കൊക്കെ രുചി, വെള്ളത്തണ്ടിന് അത്രയും രുചിയില്ല. എന്തോ ചൂടാണേ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് തരുന്ന പിങ്കി കുഞ്ഞ്. അവക്ക് ഇങ്ങനെ ഉടച്ചിട്ട് കൊടുത്താലേ അവള് കഴിക്കൂ. പിങ്കിക്കൊക്കെ, പിങ്കിയുടെ ഗ്രൂപ്പിനെ ചക്കപ്പഴം, മാങ്ങ, ഓമയ്ക്ക ഇതൊക്കെ ഇവര് പോകുന്ന വഴി പ്ലാവിന്റെ ഒക്കെ ചോട്ടി കിടക്കുന്ന സാധനം. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവള് ചക്ക എടുക്കുമ്പോഴേ ഓടി വരും പിങ്കി. കുറേ നാളായി നമ്മുടെ കൃഷിയൊക്കെ കണ്ടിട്ട്. ഇവിടുന്നാണോ പറിക്കുന്നേ? കേടായിപ്പോ അല്ലേ? വിളഞ്ഞതാ. ഇന്ന് ആദ്യമായിട്ടില്ലേ അപ്പൊ ഇത് പറിക്കുന്നേ? രണ്ടാമതാണോ? അപ്പൊ നാളെ അമ്മയുടെ ചാനലിലാണെ കോവയ്ക്കാത്തീയൽ വീഡിയോ കാണും അല്ലേ? വളക്കുറവുണ്ടോ? വളമില്ലാത്തോണ്ടായി പൂക്കണ്ണി പൊട്ടാത്ത. വളം വിട്ട് കൊടുക്കണ്ടേ? അങ്ങനെ ഇത്രയും കോവയ്ക്ക കിട്ടി. നാളെ ഒരു തീയൽ. വേണ്ടേ അപ്പാടെ കൂടെ പോയി നിൽക്കുന്നുണ്ട്. മോനെ തലേ വീഴും. ഒരെണ്ണം അങ്ങ് തിന്നട്ടെ, അവക്ക് തിന്നാനാ. ഇതാണ്ടപ്പ അതങ്ങ് കൊടുത്തേക്കപ്പ അവക്ക്. ഇല്ല അവക്ക് ഇഷ്ടമാ. ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.